ലോകത്തിലെ ഏറ്റവും വലിയ 2 കായിക ഇനങ്ങൾ നടത്താനൊരുങ്ങുകയാണ് അമേരിക്ക. 2026 ഫിഫ ലോകകപ്പും 2028 ഒളിമ്പിക്സ് ഗെയിംസും. സാധാരണഗതിയിൽ ഒരു ആതിഥേയ രാഷ്ട്രം ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന ഇവന്റുകളാണിവ. പക്ഷേ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ച പുതിയ യാത്രാവിലക്ക് ഈ ടൂർണമെന്റുകളെ ബാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വിശാലമായ കായിക ലോകത്ത് ട്രംപിന്റെ വിലക്ക് എന്ത് ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക? 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന 6ാമത്തെ ടീമാണ് ഇറാൻ. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഫിഫ ലോകകപ്പിൽ ഇറാന്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ചില പൊതുവായ ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുകയും അമേരിക്ക കളത്തിലിറങ്ങുകയും ചെയ്തതോടെ ലോകം ആശങ്കയിലാണ്. ഫിഫ ലോകകപ്പിൽ അതുകൊണ്ട് തന്നെ ഇറാനിയൻ ടീമിന്റെ പങ്കാളിത്തം സംശയ നിഴലിലുമാണ്. സംഘർഷം രൂക്ഷമായാൽ ഇറാന് ടൂർണമെന്റ് കളിക്കുക അസാധ്യമായേക്കും, പ്രത്യേകിച്ച് US മണ്ണിൽ. സംഘർഷം രൂക്ഷമാകുമ്പോൾ ഫിഫയ്ക്ക് പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടിയും വരും. ഇറാൻ സ്ട്രൈക്കർ മെഹദി തരേമിക്ക് സ്വന്തം നാട്ടിലെ സംഘർഷം കാരണം ക്ലബായ ഇന്റർ മിലാനിൽ ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. അമേരിക്കയിലേക്ക് പോകാതെ ഇറാന് ലോകകപ്പ് കളിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഗ്രൂപ്പ് എയിൽ ഉൾപ്പെട്ടാൽ കാനഡയിൽ അവരുടെ ഗ്രൂപ്പ് ഗെയിമുകളെങ്കിലും കളിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ പിന്നീട് US പോകേണ്ടി വരും. ഫിഫയോ US ഫുട്ബോൾ ഫെഡറേഷനോ ഈ സാഹചര്യത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈനെ ആക്രമിച്ചതിനെ തുടർന്ന് അടുത്തിടെ എല്ലാ യുവേഫ ഫിഫ മത്സരങ്ങളിൽ നിന്നും റഷ്യയെ വിലക്കിയത് നമുക്ക് മുന്നിലുണ്ട്. 12 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പ്രവേശിക്കുന്നതിന് പൂർണ്ണ നിയന്ത്രണങ്ങളുണ്ട്. മറ്റ് 7 രാജ്യങ്ങൾക്ക് ഭാഗിക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഫിഫ ലോകകപ്പിലും ഒളിമ്പിക്സിലും പങ്കെടുക്കുന്നവർക്ക് ഇളവ് ഉണ്ടെന്നാണ് വിവരം. നിരോധനം ഗെയിംസിനെയോ അവയ്ക്കുള്ള തയ്യാറെടുപ്പുകളെയോ തടസ്സപ്പെടുത്തില്ലെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് തങ്ങളെന്നാണ് ഒളിമ്പിക്സിന്റെ സംഘാടകർ പറയുന്നത്. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനിയ, എറിത്രിയ, ഹെയ്തി, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ 12 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അമേരിക്കയിൽ പ്രവേശിക്കുന്നതിൽ പൂർണ്ണമായ വിലക്കുണ്ട്. ബുറുണ്ടി, ക്യൂബ, ലാവോസ്, സിയാറ ലിയോൺ, ടോഗോ, തുർക്ക്മെനിസ്ഥാൻ, വെനസ്വേല എന്നീ 7 രാജ്യങ്ങൾക്കാണ് ഭാഗിക നിയന്ത്രണങ്ങൾ ഉള്ളത്. ലോകത്തിലെ ഏറ്റവും മികച്ച 32 ക്ലബ് ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഫിഫ ക്ലബ് ലോകകപ്പ് ജൂൺ 14 മുതൽ ജൂലൈ 13 വരെയാണ് നടക്കുക. യാത്രാ നിയന്ത്രണമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള 10 കളിക്കാരുടെ പേരുകൾ മത്സരിക്കുന്ന ക്ലബ്ബുകളുടെ പട്ടികയിലുണ്ട്. എന്നാൽ ഇളവിൽ ഇവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. നിയന്ത്രണമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആരാധകർക്ക് ഇളവ് നൽകിയിട്ടില്ല. ഇറാൻ ഇതിനകം തന്നെ 2026 ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്. ഹെയ്തി, സുഡാൻ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളും യോഗ്യത നേടാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ ടീമുകളുടെയെല്ലാം ആരാധകർക്ക് അമേരിക്കയിലെ കളി നേരിട്ട് കാണാൻ സാധിക്കില്ല.